അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് എന്ന നിങ്ങളുടെ സ്വപ്ന ജോലി നേടണ്ടേ? എന്താണ് ഈ ജോബിന്റെ പ്രത്യേകത? ഒരു ബിടെക് ഉദ്യോഗാർത്ഥി സർവീസിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് ഗസറ്റഡ് പോസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. കടുത്ത മത്സരത്തിൽ മുന്നിലെത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ടെക് PSC നിങ്ങൾക്കായി ഒരു സുവർണാവസരം ഒരുക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്റർ, വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം എന്നീ സവിശേഷതകളോടെ ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 4999 രൂപയ്ക്ക്. ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൽ നിന്നുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In a cantilever beam, if the length is doubled while keeping the cross section and the concentrated load acting at the free end is same, the deflection at the free end will increase by. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ കാൻറ്റിലിവർ ബീം എന്ന് പറയുന്നുണ്ട്, ലെങ്ത് ഡബിൾഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി അറ്റ് ഫ്രീ എൻഡിലൊരു കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്, അത് സെയിം ആണ്, അതിൻ്റെ വാല്യൂ സെയിം ആണ്. ഡിഫ്ലക്ഷൻ എത്രത്തോളം ഇൻക്രീസ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് എന്ന ടോപ്പിക്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് എൻഡ് കണ്ടീഷൻസിൽ വരുന്ന ബീംസിൽ പല ടൈപ്പ് ലോഡിങ് വരുമ്പോൾ അതിലുണ്ടാകാവുന്ന ഡിഫ്ലക്ഷന് സ്ലോപ്പ് എത്ര എന്നുള്ളതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പ്രാവശ്യവും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നതുമാണ്. അപ്പോൾ പല ടൈപ്പ് എൻഡ് കണ്ടീഷൻസ് ഉണ്ടാകാം. ക്യാൻറ്റിലിവർ ബീം ആകാം, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകാം, അതേപോലെ ലോഡിങ്ങും പല ടൈപ്പ് ആകാം. എൻഡിലൊരു മൊമെൻ്റ് ആകാം, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആകാം, UDL ആകാം, യൂണിഫോംലി വേരിയിങ് ലോഡ് ആകാം. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ക്യാൻറ്റിലിവർ ബീം വിത്ത് ലോഡ് അറ്റ് കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ കേസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇസ് WL3/3EI. ഇപ്പം WL3/3EI ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ലെങ്ത് ഡബിൾഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ Lന് പകരം ഞാൻ 2L ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ 8 ടൈംസ് ആയിട്ട് കൂടുന്നു. L ക്യൂബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 2 ക്യൂബ് ചെയ്യുമ്പോൾ അത് 8 ആയി മാറി. അങ്ങനെ 8 ടൈംസ് ഒറിജിനൽ ഡിഫ്ലക്ഷനായിട്ട് കൂടുന്നു വെൻ ദ ലെങ്ത് ഇസ് ഡബിൾഡ്. അപ്പോൾ the correct answer will be option D. അടുത്ത ക്വസ്റ്റ്യൻ. A pin jointed plane frame with M number of members and J number of joints will be stable when. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രസ് മെമ്പേഴ്സിൽ നമുക്ക് മെമ്പേഴ്സിൻ്റെ എണ്ണവും നമ്പർ ഓഫ് ജോയിൻസിൻ്റെ എണ്ണവും തരുവാണെങ്കിൽ അത് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള റിലേഷൻഷിപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് M, അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സ്, ഇഫ് ഇറ്റ് ഇസ് ഈക്വൽ ടു 2 times the number of joints minus 3, അതിനെ നമ്മൾ പെർഫെക്റ്റ് ട്രസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ട്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ട്രസ്സിന് ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ട സ്റ്റെബിലിറ്റിക്ക് ആവശ്യമായ കറക്റ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അങ്ങനത്തെ ട്രസ്സിനെ നമ്മൾ പെർഫെക്റ്റ് ട്രസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്പർ ഓഫ് മെമ്പേഴ്സ് ആവശ്യത്തിൽ കൂടുതലുണ്ട് എങ്കിൽ അതിനെ നമ്മൾ റിഡൻഡൻറ്റ് ട്രസ് എന്ന് വിളിക്കും, അതായത് മെമ്പേഴ്സ് എക്സസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ 2J-3. ഇനി നമ്പർ ഓഫ് മെമ്പേഴ്സ് കുറവാണെങ്കിലോ അത് ഡെഫിഷ്യൻറ്റ് ട്രസ്സായിട്ട് മാറുന്നു. മെമ്പേഴ്സ് കുറവാകുമ്പോൾ അത് അൺസ്റ്റേബിളായി മാറും. അപ്പോൾ ഇൻ ദാറ്റ് കേസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് വിൽ ബി ലെസ് ദാൻ 2J-3. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെർഫെക്റ്റ് ട്രസ്സിൻ്റെ ഇക്വേഷൻ ആയിരുന്നു ചോദിച്ചിരിക്കുന്നത്. പെർഫെക്റ്റ് ട്രസ്സിൻ്റെ കേസിൽ M, അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഷുഡ് ബി ഈക്വൽ ടു 2J-3. അടുത്ത ക്വസ്റ്റ്യൻ. The reactions at the support of a structure can be determined if the algebraic sum of horizontal force is 0, vertical force is 0, moment about any point is 0, all the above. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിനെ നമുക്കതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഏതൊക്കെയാണ്? 2D സ്ട്രക്ചറിൻ്റെ കേസിൽ സിഗ്മ H, അതായത് സമ്മേഷൻ ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഓൺ ദ സ്ട്രക്ചർ ഷുഡ് ബി 0.
ഇനി summation of all vertical forces on the structure should be 0 and sum of all moments about a point should be 0. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ആണ് നമുക്കൊരു 2D സ്ട്രക്ചറിൻ്റെ കേസിൽ കണ്ടീഷൻസ് ഓഫ് ഈക്വിലിബ്രിയം ആയിട്ട് നമ്മൾ പറയുന്നത്. സിഗ്മ എച്ച്, സിഗ്മ വി ആൻഡ് സിഗ്മ എം ഷുഡ് ബി 0. അപ്പോൾ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓൾ ദ അബവ്. ഓപ്ഷൻ എയിൽ ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, ഡിയിൽ വെർട്ടിക്കൽ ഫോഴ്സും സിയിൽ മൊമെൻറ്റും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് റിയാക്ഷൻസും ഒരു സ്ട്രക്ചറിൽ സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആകുവാണെങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. A bar of copper and steel form a composite system. The coefficient of thermal expansion of copper is more than steel. If bar is heated to a temperature of 40 degrees Celsius from room temperature, then the type of stress induced in copper bar is. ഓക്കെ, ഇത് നമ്മുടെ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു കോമ്പോസിറ്റ് ബാറാണ് പറഞ്ഞിരിക്കുന്നത്. കോപ്പറും ഉണ്ട് സ്റ്റീലും ഉണ്ട്. ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ കൂട്ടി. അപ്പം നമുക്ക് അറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഏത് മെറ്റലായാലും അതിൻ്റെ ലെങ്ത്തിൽ ഇൻക്രീസ് ഉണ്ടാകും, അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ കോമ്പോസിറ്റ് ബാർ ആയതുകൊണ്ട് 2 മെറ്റീരിയലിലും ഒരേ എക്സ്പാൻഷനെ 2 മെറ്റീരിയലിലും ഉണ്ടാകത്തുള്ളൂ. ഒരേ സ്ട്രെയിൻ ആയിരിക്കും ഫൈനൽ ഡിഫ്ലക്ഷൻ വരുന്നത്, അല്ലെങ്കിൽ ഫൈനൽ സ്ട്രെയിൻ വരുന്നത് ഒരേ വാല്യൂ തന്നെ ആയിരിക്കും. ഇനി ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് തേർമൽ എക്സ്പാൻഷൻ ഇസ് ഗ്രേറ്റർ ഫോർ കോപ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പം ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നതനുസരിച്ച് കോപ്പറിനായിരിക്കും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത്. എന്നാൽ സ്റ്റീലിന് കുറവായതുകൊണ്ട് തന്നെ അത് കോപ്പറിൻ്റെ അത്രയും എക്സ്പാൻഡ് ആവത്തില്ല. എന്നാൽ കോമ്പോസിറ്റ് ബാർ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുമിച്ച് മാത്രമേ എക്സ്പാൻഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? കോപ്പർ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും, പക്ഷേ സ്റ്റീൽ അതിനെ തിരിച്ച് റെസിസ്റ്റ് ചെയ്യും. ആ അത്രയും എക്സ്പാൻഷൻ ഉണ്ടാവാതെ സ്റ്റീലിൻ്റെ അത്രത്തോളം മാത്രമേ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റീൽ അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എഫക്റ്റായിട്ട് കോപ്പറിൽ കംപ്രസീവ് സ്ട്രെസ്സും സ്റ്റീലിൽ ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും ഡെവലപ്പ് ആകുന്നത്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് സ്റ്റീല് 2 സൈഡ്സിലും ഉണ്ട്, നടുക്ക് കോപ്പറും ഉണ്ട്. കോപ്പറിന് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. എന്നാൽ സ്റ്റീലിന് ഈ ഒരു പർട്ടിക്കുലർ ലൈൻ വരെ മാത്രമേ എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു തേർമൽ എക്സ്പാൻഷൻ റേറ്റേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ രണ്ടും കോമ്പോസിറ്റ് ബാർ ആയതുകൊണ്ട് തന്നെ രണ്ടിനും ഒരുമിച്ച് എക്സ്പാൻഡ് ചെയ്യണം. അതുകൊണ്ട് സ്റ്റീലിനെ കുറേയൊക്കെ കോപ്പർ നീട്ടാനും നോക്കും, കോപ്പറിനെ കുറേയൊക്കെ സ്റ്റീല് തിരിച്ച് റെസിസ്റ്റ് ചെയ്യാൻ, അതിൻ്റെ എക്സ്പാൻഷൻ റെസിസ്റ്റ് ചെയ്യാനും നോക്കും. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് പോയിന്റ് വരെ ആയിരിക്കും രണ്ടിൻ്റെയും എക്സ്പാൻഷൻ ഉണ്ടാകുന്നത്. thermal expansion of copper is more than steel. Hence, when the composite bar is heated, copper will try to expand more than steel member, which will be resisted by the steel member. Hence, copper will be in compression and steel will be in tension. The correct answer will be option A. Copper ആണ് ചോദിച്ചിരിക്കുന്നത്, so the answer will be compressive. Maximum slope in a cantilever beam with W at the free end will be. വീണ്ടും cantilever beam ആണ് ചോദിച്ചിരിക്കുന്നത്, ഫ്രീ എൻഡിൽ ലോഡ് W ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം സ്ലോപ്പ് എത്ര ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ is WL²/2EI. അപ്പോൾ കറക്റ്റ് ആൻസർ will be option C. Torsional rigidity of a shaft is defined as. ഷാഫ്റ്റ് എന്ന ടോപ്പിക്കിൽ നിന്നും ടോർഷണൽ ഷാഫ്റ്റ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ, ഒരു ടേമാണ് ഈ ടോർഷണൽ റിജിഡിറ്റി. അപ്പോൾ എന്താണ് ടോർഷണൽ റിജിഡിറ്റി? ടോർഷണൽ റിജിഡിറ്റി ഓർ സ്റ്റിഫ്നെസ് ഓഫ് ദ ഷാഫ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പം ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റിയും പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ ടോർഷണൽ റിജിഡിറ്റി. ഇനി ഇതിന് മറ്റൊരു രീതിയിലും ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ട്വിസ്റ്റ് ഓഫ് 1 റേഡിയൻ പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ ടോർഷണൽ റിജിഡിറ്റിയുടെ കേസിൽ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി ഇൻറ്റു പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അതേപോലെ ഈ ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചു വെക്കണം. അതായത് ദ ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ട്വിസ്റ്റ് ഓഫ് യൂണിറ്റ് റേഡിയൻ പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. Torsional rigidity is equal to TL/theta എന്ന ഇക്വേഷനും വരും. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, G into J. മാക്സിമം ഷിയർ സ്ട്രെസ് ഓഫ് എ സോളിഡ് ഷാഫ്റ്റ് ഇസ് ഗിവൺ ബൈ. വീണ്ടും ഷാഫ്റ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ സോളിഡ് ഷാഫ്റ്റ്, അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഷാഫ്റ്റ്സ് വരാം. സോളിഡ് ഷാഫ്റ്റ് വരാം, ഹോളോ ഷാഫ്റ്റ് വരാം.
ഇപ്പോൾ രണ്ട് ടൈപ്പ് ഷാഫ്റ്റും ട്രാൻസ്ഫർ ചെയ്യുന്ന മാക്സിമം ടോർക്കിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സർക്കുലർ ഷാഫ്റ്റ്, സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഇസ് π/16 ടോ ഇൻറ്റു ഡി ക്യൂബ്. ഇവിടെ ടോ ആണ് ഷിയർ സ്ട്രെസ്, ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഇനി സർക്കുലർ ഹോളോ ഷാഫ്റ്റ് ആണെങ്കിലോ ദ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് വിൽ ബി π/16 ഇൻറ്റു ഷിയർ സ്ട്രെസ് ഇൻറ്റു DO raised to 4, അതായത് ഔട്ടർ ഡയമീറ്റർ റേസ് ടു 4 മൈനസ് ഇന്നർ ഡയമീറ്റർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ ഔട്ടർ ഡയമീറ്റർ. അപ്പോൾ ഇവിടെ ഷിയർ സ്ട്രെസ് ആണ് സോളിഡ് ഷാഫ്റ്റിൻ്റെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ടേം കിട്ടും. 16 ഇൻറ്റു ടോർക്ക് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി ക്യൂബ് എന്ന് കിട്ടും നമുക്ക്. ഓപ്ഷൻ സി. A vessel is said to be thin if. ഇനി നമ്മുടെ സിലബസിലുള്ള മറ്റൊരു ടോപ്പിക്കായിരുന്നു തിക്ക് ആൻഡ് തിൻ സിലിണ്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതിൽ തിൻ സിലിണ്ടറിൻ്റെ ഡെഫിനിഷൻ വരുന്ന കണ്ടീഷൻസ് ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് വാൾ ഹാസ് ലെസ് തിക്നെസ്, സ്ട്രെസ്സസ് ആർ യൂണിഫോം ഓവർ ദ എൻറ്റയർ തിക്നെസ്, സ്ട്രെസ്സസ് വേരി അറ്റ് ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയസ്, നൺ ഓഫ് ദ അബവ്. ഇപ്പം നമ്മൾ ഡെഫിനിഷൻ പഠിക്കാൻ നേരം യൂഷ്വലി കുട്ടികൾ പഠിക്കുന്നത് തിക്നെസ്സിനെ ബേസ് ചെയ്ത്, അതായത് വെസലിൻ്റെ തിക്നെസ്സും ഡയമീറ്ററിൻ്റെ തമ്മിൽ റേഷ്യോ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് വെച്ച് മാത്രം പഠിച്ചാൽ പോരാ. അതിൽ രണ്ട് ടൈപ്പ് സിലിണ്ടേഴ്സിലും വരുന്ന സ്ട്രെസ് വേരിയേഷൻ്റെ ടേംസിലും നമ്മൾ ആ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ തിൻ ഷെൽസിൻ്റെ കേസിൽ തിക്നെസ് ഓഫ് ദ സിലിണ്ടർ ഡിവൈഡഡ് ബൈ ഡയമീറ്റർ വിൽ ബി ലെസ് ദാൻ 1/10 to 1/50. ഇനി തിക്ക് ഷെൽസിൻ്റെ കേസിലാണേലോ തിക്നെസ് ബൈ ഡയമീറ്റർ വിൽ ബി ഗ്രേറ്റർ ദാൻ 1/10 to 1/50. ഇനി അടുത്ത സ്ട്രെസ് വേരിയേഷൻ്റെ ടേംസിൽ നമ്മൾ ഡെഫിനിഷൻ പഠിക്കുകയാണെങ്കിൽ ഇൻ തിൻ ഷെൽസ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് യൂണിഫോം അക്രോസ് ദ തിക്നെസ്. അപ്പോൾ തിൻ ഷെൽസിൽ തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് വേരിയേഷൻ വരത്തില്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി യൂണിഫോം അക്രോസ് ദ സെക്ഷൻ. എന്നാൽ തിക്ക് ഷെൽസിൻ്റെ കേസിൽ തിക്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോൺ യൂണിഫോം അക്രോസ് ദ തിക്നെസ് ഫോർ തിക്ക് ഷെൽസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തിൻ ഷെൽസിൻ്റെ കേസായിരുന്നു. തിൻ ഷെൽസിൻ്റെ കേസിൽ ദി കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, സ്ട്രെസ്സസ് ആർ യൂണിഫോം ഓവർ ദ എൻറ്റയർ തിക്നെസ്. ഹൂപ്പ് സ്ട്രെസ് ഇൻ എ തിൻ വെസൽ ഇസ്. അപ്പോൾ തിൻ വെസൽസ് അല്ലെങ്കിൽ തിൻ ഷെൽസ് നമ്മൾ പഠിക്കാൻ നേരം നമുക്ക് രണ്ട് ടൈപ്പ് സ്ട്രെസ്സസ് വരുന്നുണ്ട്. ഹൂപ്പ് സ്ട്രെസ് അഥവാ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും. ഇപ്പോൾ രണ്ടിൻ്റെ ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഹൂപ്പ് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇസ് PD/2T, where P is the pressure in the vessel, D is the diameter of the vessel, T is the thickness of the vessel. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ PD/4T വരും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഹൂപ്പ് സ്ട്രെസ് ആയിരുന്നു. സോ ദ ആൻസർ ഇസ് PD/2T. What is the ratio of hoop stress in a spherical versus cylindrical shell of same diameter, thickness and under the same pressure? ഓക്കെ, ഇവിടെ ഹൂപ്പ് സ്ട്രെസ് ഇൻ സ്പെറിക്കൽ ആൻഡ് സിലിണ്ടറിക്കൽ ഷെല്ലാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം തിൻ ഷെൽസിൻ്റെ കേസിൽ നമുക്ക് ഹൂപ്പ് സ്ട്രെസ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇറ്റ് ഇസ് PD/2T. ഇനിയും ഷെൽസ് ആണെങ്കിലോ ഇഫ് ഇറ്റ് ഇസ് സ്പെറിക്കൽ ഷെൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് വരുന്നത് PD/4T ആണ് ഹൂപ്പ് സ്ട്രെസ്. ഇപ്പോൾ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ നമുക്ക് എടുക്കുമ്പോൾ 1/2 എന്ന് ആൻസർ കിട്ടും. PD/4T ഡിവൈഡഡ് ബൈ PD/2T. 1:2. A water main 1 meter in diameter contains a fluid having pressure 1 Newton per mm square. If the maximum permissible tensile stress in the metal is 20 Newton per mm square, the thickness of the metal required would be. ഓക്കെ, ഇവിടെ ഇപ്പോൾ വാട്ടർ മെയിൻ അതായത് ഒരു പൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൈപ്പ്സിനെ നമ്മൾ തിൻ ഷെൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തിൻ ഷെൽസ്, ഈ ഒരു പർട്ടിക്കുലർ തിൻ ഷെല്ലിൻ്റെ ഡയമീറ്റർ 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ പ്രഷർ 1 Newton per mm square ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് 20 Newton per mm square ആണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ മാക്സിമം പെർമിസിബിൾ സ്ട്രെസ്സിനെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാക്സിമം സ്ട്രെസ് 20 Newton per mm square ആണ്. തിക്നെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം തിൻ ഷെൽസിൻ്റെ കേസിൽ നമുക്ക് രണ്ട് ടൈപ്പ് സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞു, ഹൂപ്പ് സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും. അപ്പോൾ അതിലെ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത് PD/2T, അതായത് ഹൂപ്പ് സ്ട്രെസ്സിനാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഇക്വേഷൻ PD/4T ആയതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂമറിക്കലി നോക്കുമ്പോൾ ഡിനോമിനേറ്റർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ കൂടുതലാണ്, 4T ആയതുകൊണ്ട് തന്നെ ഫൈനൽ വാല്യൂ
ഹയർ വാല്യൂ കിട്ടാൻ പോകുന്നത് നമുക്ക് ഹൂപ്പ് സ്ട്രെസ്സിനായിരിക്കും. അപ്പോൾ PD/2T ആണ് മാക്സിമം സ്ട്രെസ്സും അതിനെയാണ് നമുക്ക് 20 ഇവിടെ തന്നിരിക്കുന്നത് 20 Nm/mm² ആയിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം സ്ട്രെസ് 20 Nm/mm² is equal to PD/2T. P പ്രഷർ നമുക്ക് 1 Nm/mm² തന്നിട്ടുണ്ട്. ഡയമീറ്റർ 1 മീറ്ററിലാണ് തന്നിരിക്കുന്നത്. നമുക്കത് mm ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 1000/2 ഇൻറ്റു തിക്നെസ്. തിക്നെസ്സിനെ പിന്നീട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 mm എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻസിൽ സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി 2.5 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി. അപ്പോൾ എപ്പോഴും ഓർത്തോളുക, നമുക്ക് ഈ തിൻ ഷെൽസ് തിക് ഷെൽസിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ നേരം മാക്സിമം അല്ലെങ്കിൽ മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന വാല്യൂ നമുക്ക് വരുന്ന തിക് ഷെല്ലായാലും തിൻ ഷെല്ലായാലും മാക്സിമം സ്ട്രെസ് ഏത് ഇക്വേഷനാണോ വരുന്നത്, ഹൂപ്പ് സ്ട്രെസ് ആണോ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് ആണോ നോക്കിയിട്ട് അതിൻ്റെ ഇക്വേഷനായിട്ട് വേണം നമ്മൾ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട്. അടുത്തത്, for keeping the stress wholly compressive, the load may be applied on a circular column anywhere within a concentric circle of diameter d/2, d/3, d/4, d/8. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കോർ ഓഫ് എ സെക്ഷൻ എന്ന പോർഷനിൽ നിന്നാണ്. അപ്പോൾ എന്താണ് കോർ ഓഫ് എ സെക്ഷൻ? നമ്മൾ ഏതൊരു പർട്ടിക്കുലർ സെക്ഷൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താലും അവിടെ നമ്മളൊരു പർട്ടിക്കുലർ ലോഡ് അവിടെ അപ്ലൈ ചെയ്യാൻ നേരം ആ ലോഡ് ഈ കോർ അല്ലെങ്കിൽ കേൺ ഓഫ് ദ സെക്ഷനുള്ളിലാണ് വരുന്നതെങ്കിൽ ദ സ്ട്രെസ്സസ് വിൽ ബി ഹോളി കംപ്രസീവ്. ഫോർ കീപ്പിംഗ് ദ സ്ട്രെസ് ഹോളി കംപ്രസീവ് ദ ലോഡ് മേ ബി അപ്ലൈഡ് ഓൺ എ സർക്കുലർ കോളം. അപ്പോൾ സർക്കുലർ കോളമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സർക്കുലർ കോളത്തിൻ്റെ കേസിൽ ഈ കോർ അഥവാ കേൺ എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു സെക്ഷൻ വരുന്ന അതിൻ്റെ നടുക്ക് തന്നെ ആയിരിക്കും. അറ്റ് the shape will be circular and at a diameter of d/4. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദ കോറ് d/4 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം ചോദിച്ചിരിക്കുന്നത് ഡയമീറ്റർ തന്നെയാണ്. അപ്പോൾ d/4 ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി റേഡിയസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും. d/4ൻ്റെ ഹാഫ് d/8 ആയിരിക്കും. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. According to Euler's column theory, the crippling load for a column of length L fixed at both ends is dash the crippling load for a similar column hinged at both ends. അപ്പോൾ ഇത് യൂലേഴ്സ് കോളം തിയറി ആ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എൻ കണ്ടീഷൻസ് വേരി ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ കോളത്തിൻ്റെ കേസിൽ നമുക്ക് പല എൻ കണ്ടീഷൻസ് പഠിക്കണം. ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും, മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് എൻഡ്സും ഹിഞ്ച്ഡ് ആകും, അല്ലെങ്കിൽ രണ്ട് എൻഡ്സും ഫിക്സ്ഡ്, അല്ലെങ്കിൽ രണ്ട് എൻഡ്സും ഹിഞ്ച്ഡ്. അപ്പോൾ ഇത്രയാണ് മേജറായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എൻ കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സും ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ്സുമാണ്. അപ്പോൾ ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എഫക്റ്റീവ് ലെങ്ത് വിൽ ബി ഹാഫ് ഓഫ് ദ ഒറിജിനൽ ലെങ്ത്. ഇപ്പോൾ ഫിക്സഡിൻ്റെ കേസ് L effective is equal to ഹാഫ് ഓഫ് ഒറിജിനൽ ലെങ്ത്. ഇനി ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെങ്കിൽ ഇത് ഈ ഒരു കണ്ടീഷനാണ് വരുന്നത്. അവിടെ ദ എഫക്റ്റീവ് ലെങ്ത് വിൽ ബി 1 times അല്ലെങ്കിൽ ഈക്വൽ ടു ദ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ L effective ഫോർ ഹിഞ്ച്ഡ് ഇസ് L. ഇനി നമ്മുടെ യൂലേഴ്സ് ക്രിപ്പിംഗ് ലോഡിൻ്റെ ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. π² EI/L effective സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ L effectiveൻ്റെ പ്ലേസിൽ ഇവിടെ കിട്ടിയ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 4 times എന്നാണ് ഫിക്സഡ് കണ്ടീഷനിൽ നമുക്ക് എക്സസ് ആയിട്ട് കിട്ടുന്നത്. ഇറ്റ് വിൽ ബി 4 times ദ ക്രിപ്ലിംഗ് ലോഡ് ഫോർ ഹിഞ്ച്ഡ് കണ്ടീഷൻ. കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.